നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ രണ്ടാമത്തെ പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്കിന്ന് പഠിക്കാം. ജാന്യ ശബ്ദ് കി, ജാന്യ അറിയുക എന്ന ശബ്ദത്തിന്റെ ലേഖകി ലേഖകന്റെ വ്യാഖ്യാനത്തോട് താങ്കൾ കഹാൻ തക്ക് എവിടെ വരെ സഹമത് കയ്യ. സഹമത് പറഞ്ഞർത്ഥം യോജിക്കുക എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഐക്യമുള്ളത് ആകുക. അപ്പോൾ എവിടെ വരെയാണ് അഭിപ്രായ ഐക്യമുള്ളത് ആകുന്നത്, അല്ലെങ്കിൽ എവിടെ വരെ യോജിക്കുന്നു. അറിയുക എന്ന ശബ്ദത്തിന്റെ ലേഖകന്റെ വ്യാഖ്യാനത്തോട് താങ്കൾ എവിടെ വരെ യോജിക്കുന്നു, അല്ലെങ്കിൽ അഭിപ്രായ ഐക്യമുള്ളത് ആകുന്നു. ശ്രീ വിനോദ് കുമാർ ശുക്ലിനെ അപ്പനി ഹതാശാസെ തന്റെ നിരാശയോടെ ഏക് വ്യക്തി ബൈഠ് ഗയാത്ത തന്റെ നിരാശയോടെ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു എന്ന് പേരുള്ള നാമകർത്തം പേരുള്ള കവിതയിൽ ജാന്യ അറിയുക ശബ്ദക്ക എന്ന വാക്കിന്റെ പ്രയോഗം കൈ ബാർ ധാരാളം തവണ കിയാകെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രീ വിനോദ് കുമാർ ശുക്ല് തന്റെ നിരാശയോടെ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു എന്ന് പേരുള്ള കവിതയിൽ അറിയുക എന്ന വാക്കിന്റെ പ്രയോഗം ധാരാളം തവണ ചെയ്തിട്ടുണ്ട്. എന്താണ്? ശ്രീ വിനോദ് കുമാർ ശുക്ലിനെ अपनी हताशा से एक व्यक्ति बैठ गया था नामक कविता में जानना शब्द का प्रयोग कई बार किया है. ശ്രീ വിനോദ് കുമാർ ശുക്ല് തന്റെ നിരാശയോടെ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു എന്ന് പേരുള്ള കവിതയിൽ അറിയുക എന്ന വാക്കിന്റെ പ്രയോഗം ധാരാളം തവണ ചെയ്തിട്ടുണ്ട്. കൈബറർത്ഥം ധാരാളം തവണ. കവിതാക്കി വ്യാഖ്യാമേ കവിതയുടെ വ്യാഖ്യാനത്തിൽ ശ്രീ നരേഷ് സക്സേനെ ജാന്യ ശബ്ദക്കെ ജാന്യ ശബ്ദക്കെ അറിയുക എന്ന വാക്കിന്റെ രൂഢീഗ്രസ്ത് അർത്ഥം പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആശയത്തെ ആശയത്തെ പൂരി തരക് പൂർണ്ണമായോ ബദൽ ദേത്തി ഹെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കവിതാക്കി വ്യാഖ്യാമേ. ഈ കവിതയുടെ വ്യാഖ്യാനത്തിൽ ശ്രീ നരേഷ് സക്സേന ജാന്യ അറിയുക എന്ന ശബ്ദക്കെ വാക്കിന്റെ രൂഢീഗ്രസ്ത് പാരമ്പര്യത്തിൽ അടിയുറച്ച് നിൽക്കുന്ന അർത്ഥക്കോ ആശയത്തെ പൂരി തരക് പൂർണ്ണമായും ബദൽ ദേത്തി ഹെ മാറ്റിയിട്ടുണ്ട്. കവിതയുടെ വ്യാഖ്യാനത്തിൽ ശ്രീ നരേഷ് സക്സേന അറിയുക എന്ന വാക്കിന്റെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആശയത്തെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. കവിതാക്കി വ്യാഖ്യാമേ ശ്രീ നരേഷ് സക്സേനെ ജാന്യ ശബ്ദ के रूढ़िग्रस्त अर्थ को पूरी तरह बदल देती है. അക്സർ മിക്കവാറും നമ്മൾ ദൂസരോ മറ്റുള്ളവരെ ഉൻകെ നാം അവരുടെ പേര് പദ മേൽവിലാസം ഉമ്ര വയസ്സ് ഓഹദെ പദവി ജാതിയന ആദി തുടങ്ങിയവ കേദോര മുഖേന ജാൻതേകയും അറിയുന്നു. അപ്പൊ നമ്മൾ ഒരു വ്യക്തിയെ മിക്കവാറും അറിയുന്നത് ഏത് രീതിയിലാണ്? അവരുടെ പേര്, മേൽവിലാസം, വയസ്സ്, പദവി, ജാതി തുടങ്ങിയ മുഖേനയാണ് അറിയുന്നത്. അപ്പൊ കവി പറയുന്നതാണ്, നമ്മളൊരു വ്യക്തിയെ അവരുടെ പേര് അറിയേണ്ട ആവശ്യമില്ല, മേൽവിലാസം അറിയേണ്ട ആവശ്യമില്ല, വയസ്സോ പദവിയോ ജാതിയോ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. അപ്പൊ കവിക്ക് അഭിപ്രായമേ കവിയുടെ അഭിപ്രായത്തിൽ നമ്മൾ കിസി വ്യക്തിക്കോ ഏതെങ്കിലും വ്യക്തിയെ ഉസ്കി അയാളുടെ നിരാശ, കഷ്ടത, അസഹായത എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ ആരും ഇല്ലായ്മ,
ഉസ്കെ സങ്കട അയാളുടെ വിഷമസ്ഥിതികൾ ആദി തുടങ്ങിയവ നഹി ജാൻതോ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഹം ഉസ് വ്യക്തിക്ക് ബാരേമേ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് കുറിച്ച് കുച്ച് നഹി ജാൻതെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിയുടെ പേരോ മേൽവിലാസമോ വയസ്സോ പദവിയോ ജാതിയോ ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അറിയേണ്ടത് എന്താണ്? അയാൾക്ക് എന്ത് നിരാശയാണുള്ളത്, അയാൾക്ക് എന്ത് കഷ്ടതയാണുള്ളത്, അയാളെ ആരെങ്കിലും സഹായിക്കാനുണ്ടോ, അയാളുടെ വിഷമസ്ഥിതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ടത്. എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സ് നല്ലവണ്ണം നമ്മൾ അറിയാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇതെല്ലാം അറിഞ്ഞില്ലെങ്കിൽ ഹം നമ്മൾ ഉസ് വ്യക്തിക്ക് ബാരേമേ ആ വ്യക്തിയെ കുറിച്ച് കുച്ച് നഹി ജാൻത ഒന്നും അറിഞ്ഞിട്ടില്ല. ജാന്ന ശബ്ദ കാ അർത്ഥ ഹേ ജാന്ന അറിയുക എന്ന വാക്കിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥ ഹേ അർത്ഥമാണ് അസഹായേ അവസ്ഥാമേ. അസഹായ അവസ്ഥ എന്ന് പറഞ്ഞാൽ സഹായമില്ലാത്ത അവസ്ഥ. അസഹായ അവസ്ഥാമേ സഹായമില്ലാത്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഇല്ല അവസ്ഥയിൽ ഹാത്ത് ബിടാന സഹായിക്കുക. ഹാത്ത് ബിടാന അർത്ഥം ബിടാനർത്ഥം സഹായിക്കുക. ഹാത്ത് ബിടാന സഹായിക്കുക. യാ അല്ലെങ്കിൽ യാ അർത്ഥം അല്ലെങ്കിൽ ഹാത്ത് ഫേർന സ്നേഹപൂർവം തലോടുക. ഹാത്ത് ഫേർന എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവം തലോടുക. അപ്പം ജാന്ന എന്ന അറിയുക എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സഹായമില്ലാത്ത അവസ്ഥയിൽ സഹായിക്കുക അല്ലെങ്കിൽ സ്നേഹപൂർവം തലോടുക. അപ്പൊ എന്താണ്? സഹായമില്ലാത്ത അവസ്ഥയിൽ സഹായിക്കുക അല്ലെങ്കിൽ സ്നേഹപൂർവം തലോടുക എന്നതാണ് ജാന്ന എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത് ഏക് കവിത ഈ കവിത മനുഷ്യനെ മനുഷ്യക്ക് തരക് മനുഷ്യനെ പോലെ കീ തരക് പോലെ ജാന്യക്ക് അറിയാനുള്ള യാത് ഓർമ്മയാണ് ദിലാത്തി ഓർമ്മ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഓർമ്മ യാത് ദിലാനർത്ഥം ഓർമ്മപ്പെടുത്തുക. അപ്പൊ എന്താണ് ഏക് കവിത ഈ കവിത മനുഷ്യനെ മനുഷ്യക്ക് തരക് മനുഷ്യനെ പോലെ ജാന്യക്ക് അറിയാൻ യാത് ദിലാത്തിഹ ഓർമ്മപ്പെടുത്തുന്നു. ഈ കവിത മനുഷ്യനെ പോലെ അറിയാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇസലിയെ അതുകൊണ്ട് വ്യാഖ്യാസെ ഈ വ്യാഖ്യാനത്തോട് ബിൽക്കുൾ തികച്ചും സഹമത് കയ്യം അഭിപ്രായ ഐക്യമുള്ളത് ആകുന്നു അല്ലെങ്കിൽ യോജിക്കുന്നു. അതുകൊണ്ട് ഈ വ്യാഖ്യാനത്തോട് തികച്ചും യോജിക്കുന്നു. എന്താണ്? അറിയുക എന്ന ശബ്ദത്തിന്റെ ലേഖനത്തിന്റെ ലേഖകന്റെ വ്യാഖ്യാനത്തോട് താങ്കൾ എവിടെ വരെ അഭിപ്രായ ഐക്യമുള്ളത് ആകുന്നു. ജാന്ന ശബ്ദ की लेखक की व्याख्या से आप कहाँ तक सहमत कहिയം. അറിയുക എന്ന ശബ്ദത്തിന്റെ ലേഖകന്റെ വ്യാഖ്യാനത്തോട് താങ്കൾ എവിടെ വരെ അഭിപ്രായ ഐക്യമുള്ളത് ആകുന്നു അല്ലെങ്കിൽ എവിടെ വരെ യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ ലേഖകൻ ജാന്ന അറിയുക എന്ന വാക്ക് എല്ലായിടത്തും അറിയുക അറിയില്ല എന്നിങ്ങനെ പറയുന്നു. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ ഈ അറിയുക എന്ന വാക്കിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ എന്താണ്? ശ്രീ വിനോദ് കുമാർ ശുക്ല് अपनी हताशा से एक व्यक्ति बैठ गया था नामक कविता में जानना शब्द का प्रयोग कई बार किया है. ശ്രീ വിനോദ് കുമാർ ശുക്ല് തന്റെ നിരാശയോടെ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു എന്ന് പേരുള്ള കവിതയിൽ അറിയുക എന്ന വാക്കിന്റെ പ്രയോഗം ധാരാളം തവണ ചെയ്തിട്ടുണ്ട്. കവിതാക്കി വ്യാഖ്യാമേ കവിതയുടെ വ്യാഖ്യാനത്തിൽ श्री नरेश सक्सेना ने जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह बदल देती है. കവിതയുടെ വ്യാഖ്യാനത്തിൽ ശ്രീ നരേഷ് സക്സേന അറിയുക എന്ന വാക്കിന്റെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആശയത്തെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണ്? പേര്, മേൽവിലാസം, വയസ്സ്, പദവി, ജാതി. അപ്പൊ ഇതിനെ മാറ്റിയിട്ട് അദ്ദേഹം എന്താണ് കൊണ്ടുവന്നത്?
നിരാശ, കഷ്ടത, നിസ്സഹായത, അയാളുടെ വിഷമസ്ഥിതികൾ മുതലായവയാണ് നമ്മൾ അറിയേണ്ടത്. ഇത് അറിയേണ്ട ആവശ്യമില്ലെന്നാണ് കവി അഭിപ്രായപ്പെടുന്നത്. അപ്പൊ ഇതാണ് പേര്, മേൽവിലാസം, വയസ്സ്, പദവി, ജാതി. ഇതാണ് പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്ന ആശയങ്ങൾ. എന്ന് പറഞ്ഞാൽ ആരായിരുന്നാലും ഇതൊക്കെ ആണ് മനുഷ്യനെ അറിയാൻ വേണ്ടി അന്വേഷിക്കുന്നത്. അടുത്ത अक्सर हम दूसरों को उनके नाम, पदा, उम्र, ओहदे, जाति आदि के द्वारा जानते हैं. അക്സർ മിക്കവാറും നമ്മൾ മറ്റുള്ളവരെ അവരുടെ പേര്, മേൽവിലാസം, വയസ്സ്, പദവി, ജാതി തുടങ്ങിയവ മുഖേന അറിയുന്നു. കവിയുടെ അഭിപ്രായമേ हम किसी व्यक्ति को उसकी निराशा, कष्टता, असहायता, उसके संकट आदि नहीं जानते तो हम उस व्यक्ति के बारे में कुछ नहीं जानते. കവിയുടെ അഭിപ്രായത്തിൽ നമ്മൾ ഏതെങ്കിലും വ്യക്തിയെ അയാളുടെ നിരാശ, കഷ്ടത, നിസ്സഹായത, അയാളുടെ വിഷമസ്ഥിതികൾ തുടങ്ങിയവ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. ജാന്ന ശബ്ദ കാ അർത്ഥ ഹേ असहाय अवस्था में हाथ भिंडाना या हाथ फेरना. ജാന്ന എന്ന വാക്കിന്റെ അർത്ഥമാണ് സഹായമില്ലാത്ത അവസ്ഥയിൽ സഹായിക്കുക, അല്ലെങ്കിൽ സ്നേഹപൂർവം തലോടുക. അപ്പൊ എന്താണ് സഹായമില്ലാത്ത അവസ്ഥയിൽ സഹായിക്കുക, അല്ലെങ്കിൽ സ്നേഹപൂർവം തലോടുക എന്നതാണ് അറിയുക എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത് यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ഈ കവിത മനുഷ്യനെ പോലെ അറിയാൻ ഓർമ്മപ്പെടുത്തുന്നു. इसलिए അതുകൊണ്ട് യഹ് വ്യാഖ്യാസെ इसलिए यह व्याख्या से बिल्कुल सहमत है. അതുകൊണ്ട് ഈ വ്യാഖ്യാനത്തോട് തികച്ചും യോജിക്കുന്നു. അറിയുക എന്ന ശബ്ദത്തിന്റെ ലേഖകന്റെ വ്യാഖ്യാനത്തോട് താങ്കൾ എവിടെ വരെ യോജിക്കുന്നു? ശ്രീ വിനോദ് കുമാർ ശുക്ല തന്റെ നിരാശയുടെ ഒരു വ്യക്തി ഇരിപ്പുണ്ടായിരുന്നു എന്ന പേരുള്ള കവിതയിൽ അറിയുക എന്ന വാക്കിന്റെ പ്രയോഗം ധാരാളം തവണ ചെയ്തിട്ടുണ്ട്. കവിതയുടെ വ്യാഖ്യാനത്തിൽ ശ്രീ നരേഷ് സക്സേനയുടെ അറിയുക എന്ന വാക്കിന്റെ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആശയത്തെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. മിക്കവാറും നമ്മൾ മറ്റുള്ളവരെ അവരുടെ പേര്, മേൽവിലാസം, വയസ്സ്, പദവി, ജാതി തുടങ്ങിയവ മുഖേന അറിയുന്നു. കവിയുടെ അഭിപ്രായത്തിൽ നമ്മൾ ഏതെങ്കിലും വ്യക്തിയെ അയാളുടെ നിരാശ, കഷ്ടത, നിസ്സഹായത, അയാളുടെ വിഷമസ്ഥിതികൾ തുടങ്ങിയവ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയുക എന്ന വാക്കിന്റെ അർത്ഥമാണ് സഹായമില്ലാത്ത അവസ്ഥയിൽ സഹായിക്കുക, അല്ലെങ്കിൽ സ്നേഹപൂർവം തലോടുക. ഈ കവിത മനുഷ്യനെ പോലെ അറിയാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ വ്യാഖ്യാനത്തോട് തികച്ചും യോജിക്കുന്നു. കവിതയുടെ ശില്പ് എന്ന് പറഞ്ഞാൽ മനോഹരമായ സൃഷ്ടി, മനോഹരമായ സൃഷ്ടി. പക്ഷത്തിൽ അപ്പൊ എന്താണ്? കവിതയുടെ മനോഹരമായ സൃഷ്ടി പക്ഷത്തിൽ ലേഖകന്റെ നിരീക്ഷണം, മേൽനോട്ടം ക്യാ ഹയ്യം എന്തൊക്കെയാണ്? കവിതാക്കെ ശില്പ പക്ഷ पर ലേഖകന്റെ നിരീക്ഷണ ക്യാ ഹയ്യം. കവിതയുടെ മനോഹരമായ സൃഷ്ടി പക്ഷത്തിൽ ലേഖകന്റെ മേൽനോട്ടം എന്തൊക്കെയാണ്? ലേഖക कहते हैं कि കവിതയിൽ ജാന്ന അറിയാം, നഹി ജാന്ന അറിയില്ല, കിസി ലോകഗീതയ്ക്ക് ഏതോ നാടോടി പാട്ടിന്റെ സ്ഥായി ഉറച്ച കീതരക രീതിയിൽ ബാർ വീണ്ടും ആത്താകെ വരുന്നു എന്ന് ലേഖകൻ പറയുന്നു. കവിതയിൽ അറിയാം, അറിയില്ല, ഏതോ നാടോടി പാട്ടിന്റെ ഉറച്ച രീതിയിൽ
വീണ്ടും വീണ്ടും വരുന്നു എന്ന് ലേഖകൻ പറയുന്നു. കൊയ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജാന്ന അറിയാം, നഹീം ജാനത അറിയില്ല, ഇങ്ങനെ അറിയാം അറിയില്ല അറിയാം അറിയില്ല എന്നുള്ള ആ കാര്യം പല എല്ലാ ഇതിലും പറയുകയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ലേഖകൻ പറയുന്നു, എന്താണ് പറയണത്? കവിതയിൽ അറിയാം അറിയില്ല ഏതോ നാടോടിപ്പാട്ടിന്റെ ഉറച്ച രീതിയിൽ വീണ്ടും വരുന്നു എന്ന് ലേഖകൻ പറയുന്നു. ഗദ്യമേ, ഗദ്യത്തിൽ ലിഖി ഹുയി എഴുതിയിട്ടുള്ള ഇസ് കവിതാമേ, അപ്പൊ ഈ കവിത ഗദ്യ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഗദ്യമേ ലിഖി ഹുയി, ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഇസ് കവിതാമേ, ഈ കവിതയിൽ ഗീതാത്മകത, ഗീതാത്മകത എന്ന് പറഞ്ഞാൽ മനസ്സിൽ തട്ടുന്ന താളം, മനസ്സിൽ തട്ടുന്ന താളത്തിനെയാണ് ഗീതാത്മകത എന്ന് പറയുന്നത്. ഗീതാത്മകത മനസ്സിൽ തട്ടുന്ന ആ താളത്തിന്റെ ബോധം ബഹുത്ത് വളരെ കൂബി കേസാത്ത്, കൂബി എന്ന് പറഞ്ഞാൽ നന്മ, കേസാത്ത് ഒപ്പം, നന്മയോടൊപ്പം, കൂബി കേസാത്ത് നന്മയോടൊപ്പം ആയാഹെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഗദ്യമേ ലിഖി ഹൂയി ഇസ് കവിതാമേ, ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഈ കവിതയിൽ ഗീതാത്മക ബോധ, മനസ്സിൽ തട്ടുന്ന താളത്തിന്റെ ബോധം, ബഹുത്ത് ഖൂബി കേസാത്ത് വളരെ നന്മയോടൊപ്പം ആയാഹെ വന്നിട്ടുണ്ട്. ഗദ്യമേ ലിഖി ഹൂയി ഇസ് കവിതാമേ ഗീതാത്മകത കാ ബോധ് ബഹുത്ത് ഖൂബി കേസാത്ത് ആയാഹെ, ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഈ കവിതയിൽ മനസ്സിൽ തട്ടുന്ന താളത്തിന്റെ ബോധം വളരെ നന്മയോടൊപ്പം വന്നിട്ടുണ്ട്. ഇസ്മേ, ഇതിൽ ശില്പ് കി ബാരിക്, ശില്പ് കി മനോഹരമായ സൃഷ്ടിയുടെ, ശില്പ് കി എന്ന് പറഞ്ഞാൽ മനോഹരമായ സൃഷ്ടിയുടെ, ബാരിക് മൃദുലമായ, ബാരിക് മൃദുലമായ, കാരിഗരി ശില്പകല, കാരിഗരി ശില്പകല, ഹം ദേഖ് സക്തേ ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇസ്മേ, ഇതിൽ ശില്പ് കി ബാരിക് മനോഹരമായ സൃഷ്ടിയുടെ, ബാരിക് മൃദുലമായ, കാരിഗരി ശില്പകല, ഹം ദേഖ് സക്തേ ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇവിടെ സക്ക് വന്നതുകൊണ്ട് നമുക്ക് കോ ചേർക്കാൻ പറ്റില്ല, അപ്പൊ ഹം ഒന്നേ ഇവിടെ എഴുതാൻ പറ്റുകയുള്ളൂ. അടുത്ത് ഇസ്മേ, ഇത് ഇസ്മേ ശില്പ് കി ബാരിക് കാരിഗരി ഹം ദേഖ് സക്തേ ഹൈ, ഇസ്മേ ശില്പ് കി ബാരിക് കാരിഗരി ഹം ദേഖ് സക്തേ ഹൈ, ഇതിൽ മനോഹരമായ സൃഷ്ടിയുടെ മൃദുലമായ ശില്പകല നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏക് ഹമാരേ മൻകോ, ഇത് നമ്മുടെ മനസ്സിനെ ചൂനെ വാടിഹെ സ്പർശിച്ചിട്ടുണ്ട്. ഏതാണ് നമ്മുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ളത്? മനോഹരമായ സൃഷ്ടിയുടെ മൃദുലമായ ശില്പകല നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് പറയണം. അത് നമ്മുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട്. അടുത്ത് ജാൻ താത്ത അറിയുകയായിരുന്നു, ഓർ നഹീം ജാൻ താത്ത അറിയില്ലായിരുന്നു, ഈസ് പ്രയോഗ ഈ പ്രയോഗം, അധിക കൂടുതൽ, ആകർഷക ബനാഹെ ആകർഷകമായി തീർന്നിട്ടുണ്ട്. അപ്പോഴേ ഈ കവി എല്ലാ ഭാഗങ്ങളിലും ജാന്ന നഹീം ജാന്ന എന്ന് എഴുതിയിട്ടുള്ളത് നമുക്കാർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, വളരെയധികം ആളുകൾക്ക് ഇഷ്ടപ്പെടത്തക്ക രീതിയിൽ, ആകർഷകമാകത്തക്ക രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. അപ്പൊ എന്താണ്? ജാൻതാത്ത ഓർ നഹീം ജാൻതാത്ത ഇസ് പ്രയോഗ ഈ പ്രയോഗം, അധിക ആകർഷക ബനാഹെ അറിയുകയായിരുന്നോ അറിയില്ലായിരുന്നോ ഈ പ്രയോഗം കൂടുതൽ ആകർഷകമായി തീർന്നിട്ടുണ്ട്. എന്താണ്? ലേഖക കവിതാക്കെ ശില്പ പക്ഷിപ്പർ ലേഖകക്കെ നിരീക്ഷന് ക്യാ ക്യാ കയ്യം, കവിതയുടെ മനോഹരമായ സൃഷ്ടിപക്ഷത്തിൽ ലേഖകന്റെ മേൽനോട്ടം എന്തൊക്കെ ആണ്? लेखक कहते हैं कि कविता में जानना नहीं जानना किसी लोकगीत के स्थाई की तरह बार बार आता है. കവിതയിൽ അറിയില്ല ഏതോ നാടോടി പാട്ടിന്റെ ഉറച്ച രീതിയിൽ വീണ്ടും വീണ്ടും വരുന്നു എന്ന് ലേഖകൻ പറയുന്നു.
गद्य में लिखी हुई इस कविता में गीतात्मकता का बोध बहुत खूबी के साथ आया है. ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഈ കവിതയിൽ മനസ്സിൽ തട്ടുന്ന താളത്തിന്റെ ബോധം വളരെ നന്മയോടൊപ്പം വന്നിട്ടുണ്ട്. इसमें शिल्प की बारीक कारीगरी हम देख सकते हैं. ഇതിൽ മനോഹരമായ സൃഷ്ടിയുടെ മൃദുലമായ ശില്പകല നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏക് ഹമാരെ മൻകോ ചൂനെ വാലി ഹെ. ഇത് നമ്മുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട്. ചൂനെ വാലി എന്ന് അർത്ഥം സ്പർശിക്കുക. ജാൻതാ ഥാ ഓർ നഹി ജാൻതാ ഥാ. അറിയാമായിരുന്നു, അറിയില്ലായിരുന്നു. യെസ് പ്രയോഗ് അധിക ആകർഷക ബനാക. ഈ പ്രയോഗം കൂടുതൽ ആകർഷകമായി തീർന്നിട്ടുണ്ട്. കവിതയുടെ മനോഹരമായ സൃഷ്ടിപക്ഷത്തിൽ ലേഖകന്റെ മേൽനോട്ടം എന്തൊക്കെയാണ്? കവിതയിൽ അറിയാം, അറിയില്ല, ഏതോ നാടോടിപ്പാട്ടിന്റെ ഉറച്ച രീതിയിൽ വീണ്ടും വീണ്ടും വരുന്നു എന്ന് ലേഖകൻ പറയുന്നു. ഗദ്യത്തിൽ എഴുതിയിട്ടുള്ള ഈ കവിതയിൽ മനസ്സിൽ തട്ടുന്ന താളത്തിന്റെ ബോധം വളരെ നന്മയോടൊപ്പം വന്നിട്ടുണ്ട്. ഇതിൽ മനോഹരമായ സൃഷ്ടിയുടെ മൃദുലമായ ശില്പകല നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് നമ്മുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട്. അറിയുകയായിരുന്നോ, അറിയില്ലായിരുന്നോ, ഈ പ്രയോഗം കൂടുതൽ ആകർഷകമായി തീർന്നിട്ടുണ്ട്. അടുത്ത് സഖി മിലാൻ കരെ. ശരിയായത് യോജിപ്പിച്ചെഴുതാൻ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ല. ഇതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. പിന്നെ ഇതിനെ മറിച്ച് തിരിച്ചിടുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആകും. ഇപ്പം ആൻസർ മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ എഴുതുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വേണം ആൻസർ എഴുതാൻ. ഇതേപോലെ കോളം വരച്ചിട്ട് വേണം എഴുതാൻ. സടക്ക് പർ ഘായൽ പടേ വ്യക്തിക്കോ സഹായതാക്കി ശരീരത്ത് ഹേ. സടക്ക് പർ റോഡിൽ ഘായൽ പടേ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിക്ക് സഹായതാക്കി ശരീരത്ത് ഹേ. സഹായത്തിന്റെ ആവശ്യമുണ്ട്. റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന വ്യക്തിക്ക് സഹായത്തിന്റെ ആവശ്യമുണ്ട്. ഹം ജാൻതേ ഹൈൻ കി ഘായൽ വ്യക്തി മുസീബത്ത് മേ ഹേ. ഘായൽ വ്യക്തി, മുറിവേറ്റ വ്യക്തി, മുസീബത്ത് മേ ഹേ, കഷ്ടതയിൽ ആണ്. മുസീബത്ത് കഷ്ടത, കഷ്ടതയിൽ ഹേ ആണ്, കഷ്ടതയിൽ ആണ്. മുറിവേറ്റ വ്യക്തി കഷ്ടതയിൽ ആണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ എന്താണ്? മുറിവേറ്റ വ്യക്തി കഷ്ടതയിലാണ്. കി എന്ന് ഹം ജാൻതേ ഹി നമ്മൾ അറിയേണ്ടതുണ്ട്. അടുത്ത് കിസി വ്യക്തിക്കോ ജാൻനെ കാ മതലബ്. മതലബ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ഏതൊരു വ്യക്തിയെയും അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉസ്കി ഹതാശ. ഹതാശ എന്ന് പറഞ്ഞാൽ മനസ്സ് മടുത്ത ജീവിതം. അടുത്ത് നിരാശ, കഷ്ടത, ആര് സഹായിക്കാൻ ഇല്ലായ്മ, അസഹായത, സഹായിക്കാൻ ഇല്ലായ്മ. ഉസ്കെ സങ്കട, അവന്റെ ദുഃഖം. ആദി ജാന്യാഹെ, മുതലായവ അറിയുകയാണ്. അപ്പൊ എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉസ്കി ഹതാശ, മനസ്സ് അയാളുടെ ആ മനസ്സ് എന്താണ്, അയാളുടെ മനസ്സിൽ മടുക്കാൻ കാരണം, അടുത്ത അയാളുടെ ദുഃഖത്തിന്റെ കാരണം എന്താണ്, കഷ്ടതയുടെ കാരണം എന്താണ്, ആര് സഹായിക്കാൻ ഇല്ലായ്മയുടെ കാരണം എന്താണ്, അയാളുടെ ദുഃഖം എന്താണ്, മുതലായവ നമ്മൾ അറിയേണ്ടത് ഉണ്ട്. ഹതാശ വ്യക്തിയോങ്കി സഹായത കർണ. നിരാശരായ വ്യക്തി, മനസ്സ് മടുത്ത വ്യക്തിയെ സഹായിക്കേണ്ടത് ഹമാര കർത്തവ്യഹേ, നമ്മുടെ കർത്തവ്യമാണ്. മനസ്സ് മടുത്ത വ്യക്തിയെ സഹായിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അടുത്തത് സഹി മിലാൻ കരെ 2. കായൽ അപരിചിതക്കോ, മുറിവേറ്റ അപരിചിതനെ ദേഖ് കർ കണ്ടിട്ട് ക്യാ എന്ത്, എന്താണ്, ഉസേ ഹം നഹി ജാൻതേ, നമ്മൾ അവരെ അറിയില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കി എന്ന് ഹംകോ നമുക്ക്, കഹ് സക്തേഹയോ പറയാൻ സാധിക്കുമോ? കായൽ അപരിചിത വ്യക്തിക്കോ ദേഖക്കർ, മുറിവേറ്റ അപരിചിതരായ വ്യക്തിയെ കണ്ടിട്ട് ക്യാ എന്ത്, ഉസേ അവനെ, ഹം നഹി ജാൻതേ നമുക്ക് അറിയില്ല, കി എന്ന്, കഹ് സക്തേഹ്യ ഹംകോ കഹ് സക്തേഹ്യ നമുക്ക് പറയാൻ സാധിക്കുമോ?
അടുത്ത് ദോ മനുഷ്യക്ക് ബീച്ച്, രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യതാക്ക മനുഷ്യത്വത്തിന്റെ അഹസാസ്, അഹസാസ് എന്ന് പറഞ്ഞാൽ തോന്നൽ, യാനി അതായത് എന്ന് പറഞ്ഞാൽ രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വത്തിന്റെ തോന്നൽ, അതായത് മാനവീയ സംവേദന, മാനവീയ മനുഷ്യ സ്നേഹത്തിന്റെ, മാനവീയ മനുഷ്യ സ്നേഹത്തിന്റെ സംവേദന വികാരം പോന ഉണ്ടാകേണ്ടത് ശരൂരിക അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ കഷ്ടതയിലും ദുഃഖത്തിലും അകപ്പെടുന്ന വ്യക്തിയെ കാണുമ്പോൾ മനുഷ്യ സ്നേഹത്തിന്റെ വികാരം, നമുക്ക് അവരെ സഹായിക്കണം, അവരെ ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റും, അവരെ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ആ ഒരു വികാരം, ആ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത് ഏഹ് കവിത, ഈ കവിത മനുഷ്യക്കോ മനുഷ്യനെ, മനുഷ്യക്ക് തരക് മനുഷ്യനെ പോലെ, കീ തരകത്തം പോലെ, ജാന്നേക്ക് അറിയാൻ, യാത് ദിലാത്തിഹെ, യാത് ദിലാൻ അർത്ഥം ഓർമ്മിപ്പിക്കുക, യാത് ദിലാത്തിഹെ ഓർമ്മിപ്പിക്കുന്നു. ഏത് കവിത, ഈ കവിത മനുഷ്യനെ പോലെ അറിയാൻ ഓർമ്മിപ്പിക്കുന്നു. കവിതാക്ക അർത്ഥ് ഇത്തന ഒത്തിരി, ഇത്തന അർത്ഥം ഒത്തിരി, കവിതയുടെ അർത്ഥം ഇത്തന ഒത്തിരി, സരളുക എളുപ്പമാണ്, ഇസ്ലിയ അതുകൊണ്ട് വ്യാഖ്യാക്കി ആവശ്യകത നഹീഹ, വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഈ പഠിക്കുന്ന കവിതയാണെങ്കിൽ ആക്ക് വേണോ വായിച്ചാൽ പെട്ടെന്ന് അർത്ഥം മനസ്സിലാക്കത്തക്ക രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, കവിതാക്ക അർത്ഥ, കവിതയുടെ അർത്ഥം ഇത്തന സരളുക ഒത്തിരി എളുപ്പമാണ്, സരളം എന്ന് പറഞ്ഞാൽ എളുപ്പം, ഒത്തിരി എളുപ്പമാണ്, ഇസ്സരി അതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനത്തിന്റെ ആവശ്യകത ഇല്ല. അപ്പൊ ഇതോടെ ഇന്ന് തീർന്നിട്ടുണ്ട്. ഈ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ് പഠിപ്പിക്കും. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ സാരാംശം പഠിപ്പിച്ചു, അത് ദയവേത് കാണാതെ പഠിക്കണം, എഴുതി മനസ്സിലാക്കണം, അത് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. അത് പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്ത് വന്നാലും എഴുതാൻ പറ്റും. അതുകൊണ്ട് ആ സാരാംശം നല്ലവണ്ണം കാണാതെ പഠിച്ചു വെക്കണം.